മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകിയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ആമേൻ. എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, എനിക്ക് ആവശ്യമുള്ളത് ഇന്ന് എൻ്റെ ക്രമീകരണത്തിനും എൻ്റെ ഒരുക്കത്തിനും എൻ്റെ ഇവിടുത്തെ പകർച്ചയ്ക്കും ആവശ്യമുള്ളത് ഇന്ന് ഈ വചനത്തിൽ കൂടെ റിലീസ് ആകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ വചനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. വാഴ്ത്തി നുറുക്കി അങ്ങയുടെ ജനത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള ആലോചനകൾ ഇതിൽ കൂടെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാലും താങ്ക് യു. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിളക്കിലും എണ്ണ, പാത്രത്തിലും എണ്ണ. പ്രൈസ് ദ ലോർഡ്. ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, വിളക്കിലും എണ്ണ, പാത്രത്തിലും എണ്ണ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ചിലരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരിക്കും, ചിലരുടെ പാത്രത്തിലും എണ്ണയുണ്ടായിരിക്കും. ഈ മെസ്സേജ് കഴിയുന്നതിനോടകം ഞാൻ പ്രാർത്ഥിക്കുന്നു, ചിലരുടെ വിളക്കിൻ്റെ അകത്ത് എണ്ണ പകരപ്പെടട്ടെ, ചിലരുടെ പാത്രത്തിൻ്റെ അകത്തേക്ക് എണ്ണ പകരപ്പെടട്ടെ. Now, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സെക്കൻഡ് സർവീസിൽ എടുത്ത മെസ്സേജും ഇതും കൂടെ അല്പം കമ്പൈൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുക. കാര്യം കഴിഞ്ഞ ആഴ്ചയിലത്തെ സെക്കൻഡ് സർവീസിൽ എടുത്ത മെസ്സേജ് ഇല്ലെങ്കിൽ അവസാനിപ്പിക്കുവാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. സോ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജും ഇതും കൂടെ സംഭവം എങ്ങനെയെങ്കിലും ലിങ്കപ്പ് ചെയ്യുവാനും അതേസമയം ചില ആശയങ്ങൾ പറയുവാനും ആഗ്രഹിക്കുക. ഇങ്ങോട്ട് വരണമെങ്കിൽ വി ഹാവ് ടു ബി ഓൺ എ കോമൺ പ്ലാറ്റ്ഫോം. ഒരേ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരേ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ മെസ്സേജ് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ 1-2 ചെറിയ ഐറ്റംസ് ഇല്ലസ്ട്രേഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തുവാന്ന് ഒരു നിമിഷത്തിൻ്റെ ഞാൻ പറയാം. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ആശയം, നമുക്ക് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന 95% ആൾക്കാർക്കും ഞാൻ പറയുവാൻ പോകുന്ന ആശയം ഒരളവിൽ അറിയാം. പക്ഷേ അറിയാൻ വയ്യാത്ത 5% ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും വെബ്കാസ്റ്റിൽ കൂടെ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ ഈ ആശയങ്ങൾ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റുകൾ bear with me, ഞാൻ ഈ ആശയങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. വായിക്കേണ്ട വാക്യങ്ങൾ പറയുമ്പോൾ വായിച്ചാൽ മതി, അല്ലാത്തവർക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഈ ആശയങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കുപ്പിക്കകത്ത് അല്പം വെള്ളമുള്ള കുപ്പി എടുത്തു വെച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് അതേ ആശയം, ഒരു ചെറിയ വിളക്ക്, ഒരു ചെറിയ ലാമ്പ്, മൺപാത്രമല്ല, ഒരു ചെറിയ വിളക്ക്. ഇതിനെ ഞാൻ ഇന്ന് ആ 27-ാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ ഭാഗമായി ദൈവം മനുഷ്യനെ സൃഷ്ടിയായി ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുക. 27-ാം വാക്യത്തിൽ പറയുന്നു, God created man. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. Can you just focus and zoom in on this? That's right. ചെറിയതായിട്ട് കാണത്തുള്ളൂ ഒരു ചെറിയ വിളക്ക്, ഒരു തിരിയുണ്ട്. യെസ്, താങ്ക് യു. ഒരു ചെറിയ തിരിയുണ്ട്, ആ ഒരു ചെറിയ വിളക്ക്. ഇന്നൊരു മനുഷ്യന്റെ ആത്മാവിനെ ചിത്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, God created man. സൃഷ്ടിച്ചു. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞാട്ട്, സൃഷ്ടിച്ചു. എവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചെന്ന് എഴുതിയിട്ടില്ല, എവിടെ സൃഷ്ടിച്ചെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇത് ഒരു ശരീരമല്ല, ഇത് മനുഷ്യന്റെ അകത്തുള്ള ഒരാത്മാവ് മാത്രമാണ്. മനസ്സിലായവർ ആമേൻ പറഞ്ഞാലും. അത് കഴിഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ He formed man. മനുഷ്യനെ നിർമ്മിച്ചു, ശരീരത്തെ നിർമ്മിച്ചു. ഇത് ഒരു ചെറിയ മൺപാത്രമാണ്. ഇതൊരു മൺപാത്രമാണ്. ഇത് ആരും ബോധേഡ് ആകാതിരിക്കാൻ ഇതിനെക്കുറിച്ച് ഒരു വാക്കിൽ പറയാം. ഇതെന്താണിത്? എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ചെറിയൊരു പാത്രമാണ്. ഇതിൻ്റെ അകത്ത്
ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ്, ഒന്നിൽ ലെവൻഡർ, റോസ്, ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഇതിൻ്റെ മുകളിൽ നിറച്ചിട്ട് അടിയിൽ ഒരു ചെറിയ ഈ തിരി കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് അല്പം തീയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തീ കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എസെൻഷ്യൽ ഓയിൽ ഇവാപ്പറേറ്റ് ആയി മുറിക്കകത്ത് മുഴുവൻ നല്ല സൗരഭ്യം പരക്കും. അത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ആരും ഭാരപ്പെടേണ്ട. ഇത് അത്രയും ഒരു കാണിക്കാൻ കൊണ്ടുവന്നേ ഉള്ളൂ. ഇവിടെ കത്തിക്കത്തുമില്ല, ആരും ഭാരപ്പെടേണ്ട. ഓൾറൈറ്റ്. സോ ഇത് മനുഷ്യന്റെ ശരീരവുമായി ഇന്ന് ഞാൻ ഒന്ന് തുലനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ദൈവം ആത്മാവിനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി ആത്മാവിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഭൂമിയിൽ വന്ന ആദമിന്റെ ശരീരം, മനുഷ്യന്റെ ശരീരം ഇതാ മണ്ണിൽ നിന്നും നിർമ്മിച്ചു. സൃഷ്ടിച്ചില്ല, നിർമ്മിച്ചു. ഫോംഡ്, സൃഷ്ടിക്കുകയല്ലായിരുന്നു, നിർമ്മിക്കുകയായിരുന്നു. ഉള്ള മണ്ണിൽ നിന്നും എടുത്ത് ഉണ്ടാക്കുകയായിരുന്നു, ശരീരത്തെ നിർമ്മിച്ചു. ഇങ്ങനെ ശരീരം ഉള്ള ശരീരം, ആ ശരീരത്തിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ മൂക്കിൽ ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിലേക്ക് ഊതുകയും ഈ ആത്മാവ് മനുഷ്യന്റെ അകത്തോട്ട് കടക്കുവാനിടയായി തീർന്നു. മണ്ണിൽ നിന്നും നിർമ്മിക്കപ്പെട്ട മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം ഊതുകയും ആത്മാവായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇതാ ശരീരത്തിന്റെ അകത്തേക്ക് കടക്കുകയും ബൈബിൾ പറയുന്നു മനുഷ്യൻ ജീവനുള്ള, പറഞ്ഞാട്ട്, ദേഹിയായി തീർന്നു. Man became a living soul. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവ് ശരീരത്തിലേക്ക് കയറി, ശരീരത്തിൻ്റെ അകത്ത് വന്നപ്പോൾ മനുഷ്യൻ, ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. Man became a living soul. ഇത് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആത്മാവായിരുന്നു, ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആത്മാവ് മാത്രമല്ല ദേഹിയായി തീർന്നു. ഇപ്പൊ ചോദ്യം, പാസ്റ്റർ മൂന്ന് ഐറ്റംസ് എങ്കിലും വേണ്ടായോ? ഒന്ന് ശരീരം, രണ്ട് ആത്മാവ്, പിന്നെ ഒരു ദേഹിയെ കൂടെ ചിത്രീകരിക്കുവാൻ ഒരു ഐറ്റം കൂടെ വേണ്ടായോ? ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 12. എബ്രായർ 4:14 ദൈവത്തിന്റെ വചനത്തിനല്ലാതെ മനുഷ്യന്റെ ആത്മാവിനെയും മനസ്സിനെയും, ഇല്ലെങ്കിൽ ദേഹിയെയും ആത്മാവിനെയും വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. വായിച്ചാട്ട് 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും, മതി, പ്രാണനെയും ആത്മാവിനെയും, ഓഫ് കോഴ്സ് ബോഡി, പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പ്രാണനെയും ആത്മാവിനെയും മറ്റൊന്നിനും, സൈക്കോളജിക്കാകട്ടെ സ്പിരിച്വലിസ്റ്റിനാകട്ടെ, ആർക്കും ആത്മാവിനെയും മനസ്സിനെയും തമ്മിൽ വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശരീരത്തിൽ ഉള്ള ഈ ദേഹി, ഈ ആത്മാവ് ശരീരത്തിൽ നിന്നും മരണം വഴിയായി വിട്ടുമാറും. മരണത്തിന് ഇതിനെ തമ്മിൽ വേർതിരിക്കുവാൻ സാധിക്കും. ഈ ശരീരത്തിന്റെ അകത്തുനിന്ന് ആത്മാവും പ്രാണനും പുറത്തു വന്നു കഴിയുമ്പോൾ ശരീരം മരിച്ചു പോകും. മരണത്തിന് അവയെ തമ്മിൽ വേർതിരിക്കുവാൻ സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ആത്മാവിനെയും പ്രാണനെയും, ഇല്ലെങ്കിൽ മനസ്സിനെയും ആത്മാവിനെയും വേർതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടായിട്ട് ഇന്ന് ഞാൻ ചിത്രീകരിക്കുന്നില്ല, ഇതിനെ ഒന്നായിട്ട് ഞാൻ ചിത്രീകരിക്കുക. മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ മനസ്സും ആത്മാവും, ഇറ്റ്സ് സോ ക്ലോസ്ലി knit. യങ്സ്റ്റേഴ്സ്, ലിസൺ ടു മീ. ബോയ്സ്, ആർ യു ലിസണിങ്? ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ദാറ്റ്സ് ഗുഡ്, താങ്ക് യു. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. എവിടെയെങ്കിലും നമ്മുടെ മനസ്സ് അശുദ്ധമായാൽ ആത്മാവിന് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് എന്ന് മറക്കല്ല. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത്, എൻ്റെ ശരീരത്തെ ഞാൻ മലിനമാക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ, ഇമാജിനേഷൻസ് വേണ്ടാത്ത രീതിയിൽ പോകുമ്പോൾ ആ സ്പിരിറ്റ് ഗെറ്റ്സ് പൊല്യൂട്ടഡ്. നമ്മുടെ ആത്മാവിൽ അത് അശുദ്ധമായി തീരും. നമ്മുടെ ആത്മാവ് അശുദ്ധമാകാതിരിക്കുവാൻ മനസ്സിനെ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. വേണ്ടാത്ത പുസ്തകങ്ങൾ, വേണ്ടാത്ത വെബ്സൈറ്റ്സ്, വേണ്ടാത്ത വീഡിയോ ഗെയിംസ്, വയലൻസ്, പോർണോഗ്രഫി, വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് വരുമ്പോൾ പറയട്ടെ, ആത്മാവാണ് അതിൻ്റെ അകത്ത് അശുദ്ധമായി. എവിടെയാ നമ്മുടെ വിഷയം? എവിടെയാ? വിളക്കിലും എണ്ണ, ശരീരത്തിൽ ഇല്ലെങ്കിൽ മൺപാത്രത്തിൽ എണ്ണ. സോ ഇത് ഒരു വിളക്കാണെന്ന് എങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ട് സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ കണ്ടു. മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, മനുഷ്യന്റെ ദേഹിയും ഇതുമായി വലിയൊരു ബന്ധമുണ്ട്. ഇത് മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ വായിച്ചാട്ട് സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 27-ാം വാക്യം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. ഞാൻ പറയുന്ന വാക്യത്തിലേക്ക് ഒരുപക്ഷേ ഓൾറെഡി ഒരു ലിങ്ക് ആയി കാണും. മനുഷ്യൻ, ഒരു 10 കന്യകമാർ ഒരുമിച്ചിറങ്ങി 10 പേരുടെയും വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു. 10 പേരുടെയും ആത്മാവിൽ എണ്ണയുണ്ടായിരുന്നു.
10 പേരുടെയും ആ സ്പിരിറ്റിൽ എണ്ണയുണ്ടായിരുന്നു. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമാകുന്നു. ഈ അകത്തുള്ള ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ ഇതാ മുദ്രയിടപ്പെട്ടതാണെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ ആത്മാവിൽ അഭിഷേകമുള്ളവരാണ്, ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. മണവാളനെ സ്വീകരിക്കുവാൻ ഇറങ്ങിയ ഒരു കന്യകമാർക്ക് തുല്യമായി ഇതാ ഇതിൻ്റെ അകത്തിരിക്കുന്നവരെ ഞാൻ പറയട്ടെ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം കൂടെ പെട്ടെന്ന് വായിച്ച് ഈ ആശയത്തിൽ നിന്ന് പെട്ടെന്ന് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ. 2 കൊരിന്ത്യർ 1:22 ആണെങ്കിൽ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ അകത്തിന്റെ അകത്തുള്ള ഈ വിളക്കായി പരിശുദ്ധാത്മാ വചനത്തിൽ പഠിപ്പിക്കുന്ന ഇതിനെ അവൻ വിശ്വാസത്താൽ നമ്മൾ യേശുവിൽ വിശ്വസിച്ച നിമിഷം ഇതിൻ്റെ അകത്ത് ഇത് ആത്മാവിന്റെ അച്ചാരം വന്നു കഴിഞ്ഞു. ഇതിനകത്തിരിക്കുന്ന എത്ര പേർ കർത്താവായ യേശുവിനെ അവരുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ചു? കരങ്ങൾ കാണട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാൽ ബൈബിൾ പറയുന്നു നിങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ അച്ചാരം, ആ സീൽ വന്നു കഴിഞ്ഞു. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ ഒരു നിമിഷം. യേശുവിന്റെ നാമത്തിൽ ആ വിശുദ്ധ കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ വിശുദ്ധ കരങ്ങൾ നീട്ടിത്തൊടുന്ന സകല വിഷയങ്ങളിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കരങ്ങൾ താഴ്ത്തിയിടാം. സോ ഈ ആത്മാവിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസിച്ചുടനെ, അവരുടെ മേൽ കൈവച്ചുടനെ അല്ല, അവർ ഏതോ മറ്റൊരു പ്രക്രിയയിൽ കൂടെ കടന്നുപോയപ്പോഴല്ല, അവർ വിശ്വസിച്ച് അവരുടെ ഹൃദയത്തിൽ നീതിക്കായി വിശ്വസിച്ച് അവർ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവരുടെ ആത്മാവിലേക്ക്, അവരുടെ ഹാർട്ട്, അവരുടെ ഹൃദയത്തിലേക്ക്, ഇത് രണ്ടും കൂടെ വേർതിരിക്കുവാൻ സാധിക്കത്തില്ലല്ലോ, അവരുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവെന്ന സീൽ വന്നു കഴിഞ്ഞു, അച്ചാരം വന്നു കഴിഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും അകത്ത് പരിശുദ്ധാത്മാവിന്റെ സീൽ വന്നു കഴിഞ്ഞു. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. 1-2 വാക്യങ്ങൾ കൂടെ പെട്ടെന്ന് ഇതേ ആശയത്തിൽ ഓടിച്ചു വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതേ ആശയം കാണുവാൻ സാധിക്കും. നമ്മുടെ അകത്തിന്റെ അകത്ത് ഇതാ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ദൈവത്തിന്റെ ആത്മാവ് തന്നു കഴിഞ്ഞു. എഫേസ്യർ 1:13. യഹൂദമതത്തിലെ Ephesians 1:13. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് കഴിഞ്ഞു. എപ്പോഴാണ്? വിശ്വസിച്ച നിമിത്തം നമ്മളുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് കഴിഞ്ഞു. ഒരു വാക്യം കൂടെ വായിച്ച് ഇത് ഉറപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിലും ഇതേ ആശയം കാണുവാൻ സാധിക്കും. എഫേസ്യർ 4:30. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന ആ വ്യക്തിത്വത്തെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അതിനാൽ നിങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്, അച്ചാരം ചെയ്തു വെച്ചിരിക്കുകയാണ്. സോ ഒന്നാമത്തെ ആശയം, ഈ വിളക്കിന്റെ അകത്ത് എണ്ണയുണ്ടോ? യെസ്. യേശുവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച നിമിഷം നമ്മുടെ ആത്മാവിൽ എണ്ണയുടെ പകർച്ച വന്നു കഴിഞ്ഞു. വിളക്കിൽ എണ്ണയുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ആ തീരുമാനമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിളക്കിൽ എണ്ണയുണ്ട്. പക്ഷെ അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ വിളക്കിൽ എണ്ണയുള്ളവർ മാത്രമായി പോയി കഴിഞ്ഞാൽ, ഇവിടെ പറയുകയാണ്, അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ പിന്നെ പറയാം. ഒടുവിൽ ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ടൊക്കെ കടക്കണമെന്നുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ആശയത്തിലേക്ക് കടക്കുവാനുണ്ട്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഐ നോ യു നോട്ട്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്നല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സോ ആ ഒരു നാളും അറിയുന്നില്ലെന്ന് പറയാതെ പകരം വളരെ സിമ്പിളായി നിങ്ങൾ പല്ലുകടിയും കരച്ചിലുമുള്ള സ്ഥലത്തേക്ക് പോകുവാൻ പറയുന്നില്ല. അങ്ങനെ തള്ളി നരകത്തിലേക്ക് വിടുന്ന ഒരു അനുഭവം കാണുന്നില്ല. പക്ഷേ മണവാട്ടി സഭ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് കയറുവാൻ കഴിയാതെ ചിലരെ പുറത്താക്കി അടച്ചു. കാര്യം അവർക്ക് വിളക്കിൽ എണ്ണയുണ്ട്. നരകത്തിൽ പോകുമെന്ന് എഴുതിയിട്ടില്ല. പല്ലുകടിയും കണ്ണുനീരും നിലവിളിയും മുറവിളിയുമുള്ള സ്ഥലത്തേക്ക് പോകുമെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഈ കൂട്ടത്തിൽ വരുവാൻ യോഗ്യതയുള്ളവരായി ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പുറത്ത് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ പാത്രത്തിൽ എണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മുടെ പാത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം മണ്ണും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരത്തെയാണ് മൺപാത്രം എന്ന് ചിത്രീകരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ചില വാക്യങ്ങൾ വായിക്കുന്ന അല്പം ആദ്യത്തെ ഭാഗം അല്പം മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ മെസ്സേജിന്റെ അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ചില പകർച്ചകൾ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 4-ാം വാക്യം. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തെ, അവനവന്റെ ശരീരത്തെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അവന്റെ ശരീരത്തെ അവന്റെ പാത്രമായി, മൺപാത്രമായി ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു. യു സി, ഞാൻ എന്ന വ്യക്തിത്വം, ഞാൻ എന്ന വ്യക്തി ഒരു ആത്മാവാണ്. വി ആർ സ്പിരിറ്റ്സ്. നമ്മൾക്കൊരു ശരീരം ഉണ്ട് എന്ന് മാത്രം, പക്ഷേ നമ്മൾ ആക്ച്വലി ആത്മാക്കളാണ്. നമുക്കുള്ള ഈ ശരീരത്തെ, ഈ മൺപാത്രത്തെ നമ്മൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പം കൂടെ ഡീപ്പായിട്ട്, ഇന്ന് സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ പോകുവാൻ കഴിയത്തില്ലെങ്കിലും ആശയം മാത്രം ഇപ്പോൾ പറയട്ടെ, വരുന്ന ആഴ്ചയിൽ സാധിക്കുമെങ്കിൽ ബാക്കിയും കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ഭയങ്കരം ഒരു വാഗ്ദത്തമാണ്. പഴയ കാലത്ത് ചുരുങ്ങിയ ചില കൂട്ടർക്ക് മാത്രം, അതിൻ്റെ അകത്തുനിന്ന് പ്രവാചകന്മാർ, അതിൻ്റെ അകത്തുനിന്ന് ദൈവ ആത്മാവിനെ സ്വീകരിക്കുവാൻ യോഗ്യരായ ചിലരുടെ മേൽ മാത്രം ശിംശോന്റെ മേൽ ആത്മാവ് വന്നു, പലരുടെ മേൽ ആത്മാവ് വന്നിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ പറയുകയാണ്, അന്ത്യകാലത്ത് ഞാൻ ഒരു ജാതിക്ക് മാത്രമല്ല, ഒരു കൂട്ടത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, അന്ത്യകാലത്ത് പ്രവാചകന്മാർക്ക് മാത്രമല്ല, അന്ത്യകാലത്ത് അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, അന്ത്യകാലത്ത് ശുശ്രൂഷയ്ക്കായി വിളിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, അന്ത്യകാലത്ത് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി വന്നവർക്ക് മാത്രമല്ല, അന്ത്യകാലത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ആത്മാവിലേക്ക് പകരുമെന്നല്ല, സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ശരീരത്തിലേക്ക് പകരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരീരം എന്നുള്ള വാക്കുമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്പം കൂടെ കോംപ്ലക്സ് ആയിട്ട് മനസ്സിലാക്കുവാൻ ഒറ്റ വാക്കിൽ ഇപ്പോൾ പറഞ്ഞു വിടട്ടെ. ജഡത്തിന്റെ മേൽ, ജഡവും ശരീരവും രണ്ടും രണ്ടാശയങ്ങളാണ്. ജഡം എന്ന് പറയുമ്പോൾ, ജഡം പരിശുദ്ധാത്മാവിനും ദൈവത്തിനും വിരോധമായി നിൽക്കുന്നതാണ്. ശരീരം ദൈവത്തിന്റെ ആലയമാണ്. മനുഷ്യന്റെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, ജഡത്തിന്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കുക എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. കാര്യം ജഡം എന്നുള്ളത് ദൈവത്തിനും ദൈവപ്രവൃത്തിക്കും വിരോധമായി നിൽക്കുന്ന ഒരു ഘടകത്തെയാണ് കാണിക്കുന്നത്. ഫ്ലഷ്. അന്ത്യകാലത്ത് സകല ശരീരങ്ങളിൽ നിന്ന് മാത്രമല്ല, സകല ജഡത്തിന്റെ മേലും. പക്ഷേ മൺപാത്രം എന്നുള്ള ആ ആശയം കൊണ്ട് ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പക്ഷേ അല്പം കൂടെ വൈഡായി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ പറയുകയാണ്, സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിഞ്ഞാൽ രക്ഷയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ചിലതൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ കഴിയുമ്പോൾ അങ്ങോട്ട് വരും. പക്ഷേ ശരീരത്തിൽ ജഡത്തിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ പറയുന്നു, അവിടെ സമാധാനമല്ല വരുന്നത്, അവിടെ സന്തോഷമല്ല വരുന്നത്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമ്പോൾ എന്ത് സംഭവിക്കും? വായിച്ചാട്ട് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും വായിക്കണ്ട, പറഞ്ഞാൽ മതി. ഓർക്കുന്നുണ്ടോ? നിന്റെ പുത്രിമാരും പ്രവചിക്കും. ഓ, സമാധാനം തരുമെന്നല്ല, അകത്തിന്റെ അകത്ത് സന്തോഷവും തൃപ്തിയും, അകത്തിന്റെ അകത്ത് രക്ഷയുടെ ഉറപ്പും തരുമെന്നല്ല, പകരം പുറത്ത് ചിലത് വന്നു കഴിയുമ്പോൾ, ശരീരത്തിലേക്ക്, ജഡത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പകർച്ച വന്നു കഴിയുമ്പോൾ ബൈബിൾ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ചില കാണുന്നത് പോലെ അകത്തെ ഇന്ദ്രിയങ്ങൾ ഒന്ന് പുറത്തേക്ക് വരുന്നത് പോലെ, അകത്തിന്റെ അന്തർ ഇന്ദ്രിയങ്ങൾ, ആത്മീയ സെൻസ് ഫാക്കൽറ്റീസ്, പ്രവചനം, വെളിപ്പാട്, സ്വപ്നങ്ങൾ, ദൂതുകൾ, ദർശനങ്ങൾ, അകത്തെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെ ജീവിപ്പിച്ച് അതിനെ പ്രബലമാക്കി അത് പുറത്തു വരുന്നത് പോലെ ഇതാ ജഡത്തിന്റെ മേൽ, ശരീരത്തിന്റെ മേൽ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. ആത്മാവിന്റെ ഫലമല്ല അത്. ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പകരുമ്പോൾ ആത്മാവിന്റെ ഫലം വരുവാൻ ആരംഭിക്കും. പക്ഷെ ഇവിടെ പറയുകയാണ്, ശരീരത്തിന്റെ മേൽ, മൺപാത്രത്തിലേക്ക്, ജഡത്തിന്റെ മേൽ പകരപ്പെടുമ്പോൾ ആത്മാവിന്റെ ഫലമല്ല, പകരം ആത്മാവിന്റെ വരങ്ങൾ. Praise the Lord. The gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച വന്നു കഴിഞ്ഞാൽ
സമാധാനവും സന്തോഷവും സ്നേഹവും ദീർഘക്ഷമയും അന്ന് ആരും തെറ്റിദ്ധരിക്കല്ല. ശരീരത്തിൽ മൺപാത്രത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പകർച്ച വന്നു കഴിയുമ്പോൾ ഇത് ആത്മാവിന്റെ വരമാണ്. ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വരമാണ് ഇവിടെ സംഭവിക്കുന്നത്. ജഡത്തിന്റെ മേൽ പകരുമ്പോൾ പറയുകയാണ് പ്രവചനം, വെളിപ്പാട്, ദർശനം, ദൂതുകൾ, പല പ്രക്രിയകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ആത്മാവിലേക്ക് വരുമ്പോൾ പറയുകയാണ് ആത്മാവിന്റെ ഫലമുണ്ടായിരിക്കും. ആത്മാവിലും ഇല്ലെങ്കിൽ വിളക്കിലും എണ്ണ, പാത്രത്തിലും എണ്ണ. ആശയം കുറച്ചും കൂടെ മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. സകല ജഡത്തിന്റെ മേലും പകരും. ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മൾ, ഇന്ന് കരമുയർത്തി ഓരോരുത്തരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിന്റെ മേൽ, ജഡത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ആശയം പെട്ടെന്നൊന്ന് കോർത്തിണക്കി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വായിക്കുന്നില്ല, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ, യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വന്നു. ആ കുഞ്ഞാട് വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രാവെന്ന രൂപേണ ഇതാ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി. യേശുവേ, അങ്ങ് ആത്മാവിനാൽ ജനിച്ചവനല്ലയോ? പരിശുദ്ധാത്മാവ് നിഴലിട്ട് ജനിച്ചവനല്ലയോ? ആത്മാവ് ജീവനുള്ള ആത്മാവ് എന്നല്ല ബൈബിൾ പറയുന്നത്, ജീവിപ്പിക്കുന്ന ആത്മാവ് അവന്റെ ഉള്ളിലുണ്ട്. മനുഷ്യരുടെ ആത്മാവ് മരിച്ചതായി, ഇതിൻ്റെ അകത്ത് തീയില്ലാതെ ഇതാ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ ആത്മാവിനെ കുറിച്ച് പറയുകയാണ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. ആദാം ഇതാ ഒരു ദേഹിയായിരുന്നെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുക ജീവിപ്പിക്കുന്ന ആത്മാവ്, ജീവിപ്പിക്കുന്ന ആത്മാവ്. പക്ഷേ ഇവിടെ പറയുകയാണ് സ്നാനം കഴിഞ്ഞ കയറിയുടനെ ദൈവത്തിന്റെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് അവിടെ ജീവിപ്പിക്കുന്ന ആത്മാവായി ഉള്ളപ്പോൾ തന്നെ ഇതാ പ്രാവെന്ന രൂപേണ യേശു കർത്താവിന്റെ മേൽ ഇറങ്ങി. മാത്രമല്ല കർത്താവിന്റെ മേൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വസിച്ചു. Abode upon him. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് പെട്ടെന്ന് ഓർപ്പിച്ച് മുൻപോട്ട് പോകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ, നമ്മുടെ മേൽ വരണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്നാനപ്പെടണം. സ്നാനപ്പെടാതെ ഈ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വിളക്കിൽ വന്നിരിക്കും. കാര്യം യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷേ ബൈബിൾ വ്യക്തമായി പറയുന്നു പരിശുദ്ധാത്മാവിന്റെ അച്ചാരം ഉണ്ടാകുവാനല്ല, പരിശുദ്ധാത്മാവ് എന്ന ദാനം, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങളുടെ മേൽ വരണമെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടണം. വാക്യം തരാം, 2 നിമിഷങ്ങൾക്കകം തരാം, എഴുതി വെച്ചിട്ടുണ്ട്. യേശു കർത്താവ് സ്നാനപ്പെട്ടു. ബൈബിൾ പറയുന്നു പ്രാവെന്ന രൂപേണ യേശു കർത്താവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവന്റെ മേൽ വസിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ കുഞ്ഞാടിന്റെ സ്വഭാവം ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും അലറുന്ന സിംഹത്തിന്റെ സ്വഭാവമുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് ചില നിമിഷങ്ങളിലേക്ക് വന്നിറങ്ങിയാലും ചുരുങ്ങിയ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തിരിച്ചു പറന്നങ്ങ് പൊക്കോളൂ. നമ്മുടെ സംശയം, കർത്താവേ ഞായറാഴ്ച എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു അഭിഷേകമാണ്, എന്തൊരു ശരീരത്തിലുള്ള എന്തൊരു രോമാഞ്ചമാണ്, എന്തൊരു ഭയങ്കര അനുഭവമാണ്. പക്ഷേ ഞായറാഴ്ച ആരാധന കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എങ്ങോട്ടായി പോകുന്നത്? ആ കാര്യം എന്താണെന്നറിയാമോ? കുഞ്ഞാടിൻ്റെ സ്വഭാവം മാറി പിന്നെ പല മൃഗങ്ങളുടെ സ്വഭാവം നമ്മളെടുക്കും. പരിശുദ്ധാത്മാവ് അവിടെ എങ്ങും നിൽക്കത്തുമില്ല. അലറുന്ന സിംഹത്തിന്റെ സ്വഭാവം എടുത്താൽ പരിശുദ്ധാത്മാവ് പറയും, മോനെ നീ ആരാധനയ്ക്ക് വന്നപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു, എന്തോ ഒരു കുഞ്ഞാടിനെ പോലെ നീരുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നതല്ല, പക്ഷേ പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ വഹിക്കുന്ന കുഞ്ഞാടായിട്ടാണ് നീ പോകുന്നത്. കർത്താവ് ചുമന്നൊഴിച്ചു, നമ്മളിൽ പലരും വഹിച്ചോണ്ടാണ് പോകുന്നത്. പ്രാവിരിക്കത്തില്ല, വഹിച്ചോണ്ട് പോകുന്നവരുടെ മേൽ പ്രാവിരിക്കത്തില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നപ്പോൾ ചിന്ത വന്നത് എൻ്റെ മനസ്സിൽ. ചിലർ ഇറങ്ങിക്കഴിയുമ്പോൾ സിംഹത്തെ പോലെ ഗർജിക്കുന്ന സിംഹത്തെ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമല്ല, ലോകത്തിലെ സിംഹത്തെ പോലെ, അലറി ചുറ്റിത്തിരിയുന്ന സിംഹത്തെ പോലെ. ചിലർ കരടിയെ പോലെ, കടുവായെ പോലെ, ചിലർ ചെന്നായെ പോലെ. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ആശയം പെട്ടെന്ന്, മൈ ഗുഡ്നസ്, ഞാൻ 8:45 ആകുമ്പോൾ ഇവിടെ കവർ ചെയ്യണം എന്ന് ഓർത്തതാ. ലെറ്റ് മീ ജസ്റ്റ് റഷ് ത്രൂ ഇറ്റ്. കർത്താവ് പറഞ്ഞു നിങ്ങൾ കുഞ്ഞാടിന്റെ സ്വഭാവം ഉള്ളവരായിരിക്കണം. വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. മത്തായി 10:16, മത്തായി സുവിശേഷം 10:16. ചെന്നായ്ക്കളുടെ നടുവിൽ
ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. ഒന്ന്, ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ആരയക്കുന്നത്? കർത്താവ് അയക്കുന്നത്. അറിയാൻ വയ്യാത്തവനല്ല, ചുറ്റുപാടുകൾ അറിയാൻ വയ്യാത്തവനല്ല, അറിയാവുന്നവൻ, സകലതും അറിയാവുന്നവൻ പറയുക, ഞാൻ നിങ്ങളെ ഒന്ന് അയക്കുവാൻ പോകുകയാണ്. എങ്ങോട്ട് അയക്കുന്നത്? മറ്റു കുഞ്ഞാടുകളുടെ ഇടയിലോട്ടല്ല. ഞാൻ നിങ്ങളെ അയക്കുന്നത് കടിച്ചു കീറുവാൻ സാധ്യതയുള്ള ചെന്നായുടെ നടുവിലോട്ടാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ചെന്നായുടെ നടുവിലോട്ട് ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ വലിയ പല്ലും നഖവുമുള്ള ഏതോ ഒരു ജന്തുവായിട്ടല്ല ഞാൻ നിങ്ങളെ അയക്കുവാൻ പോകുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആടുകളെ പോലെ വേണം പോകുവാൻ. നിങ്ങൾ ആടുകളെ പോലെ ഈ ചെന്നായ്കളുടെ നടുവിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യത്തില്ല. 100% ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യത്തില്ല. നിങ്ങൾ 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ആടിൻ്റെ സ്വഭാവം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നെ ചെന്നായുടെ നടുവിലോട്ടല്ലേ വിട്ടത്, അതുകൊണ്ട് ഞാനും ചെന്നായെ പോലായെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നടുവിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം. ചെന്നായുടെ നടുവിലോട്ടാണ് പോകുന്നതെന്നും അവിടെ ചെന്നാലും എൻ്റെ വായിൽ കടിക്കുന്ന പല്ലോ കടിക്കുന്ന നാക്കോ, അത് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവും, കടിക്കുന്ന പല്ലും അടിക്കുന്ന നാക്കും വേണ്ട, എനിക്ക് ആടിനെ പോലെ നിന്നാൽ മതി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എനിക്ക് കടിച്ചു കീറുവാനും വലിച്ചു മാന്തി കീറുവാനുമുള്ള നഖം എനിക്ക് വേണ്ട. എന്നെ അയക്കുന്നത് ചെന്നായുടെ നടുവിലാണെങ്കിലും ഞാൻ കുഞ്ഞാടിനെ പോലെ ജീവിക്കും. 2, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും. ചെന്നായ്ക്കളുടെ നടുവിൽ പോകുമ്പോൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. ഉടനെ ഡോണ്ട് അഡ്വർടൈസ് യുവർ സെൽഫ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും അവിടെയും ഇവിടെയും എല്ലാം പരസ്യമാക്കി ഇതാ പാമ്പ് 10 പൊക്കിയാൽ അടി കിട്ടുവാൻ സാധ്യതയുള്ളതുപോലെ നമ്മളെ തന്നെ മറച്ചു വെക്കാറില്ല, നമ്മളെ തന്നെ ഒതുക്കി വെക്കാറില്ല. നമ്മളെ തന്നെ സമയത്തിന് മുൻപേ പരസ്യമാക്കി കളയും. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. 2 വഴികൾ. ഒന്ന്, ലോകത്തിന്റെ വഴി. 2, ദൈവത്തിന്റെ വഴി. ദൈവത്തിന്റെ വഴിയിൽ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ആടുകളെ പോലെ ഇതാ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കുകയാണ്. നിങ്ങൾ 3 കാര്യം ശ്രദ്ധിക്കണം. ആടിന്റെ സ്വഭാവം, ചെന്നായുടെ സ്വഭാവം എടുക്കൽ. അവിടെ ചെല്ലുമ്പോൾ അവനെ പോലെ നീ ഗർജിക്കൽ, അവനെ പോലെ നീ മുറുമുറുക്കൽ, അവനെ പോലെ നീ കടിച്ചു കീറൽ, അവനെ പോലെ നീ മാന്തരുത്, അവനെ പോലെ നീ പെരുമാറല്. നീ ഒരു ആടിനെ പോലെ തന്നെ തുടരുക. 2, നീ ഒരു പാമ്പിന്റെ ബുദ്ധി ഏറ്റെടുക്കുക, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക. ഈ വഴിയിൽ, ഈ വള്ളത്തിൽ നീ പോയാൽ നീ മുങ്ങത്തില്ല. ഒരു ചെന്നായും നിനക്കൊരു ദോഷവും ചെയ്യത്തില്ല. എൻ്റെ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ തലയിൽ നിന്നൊരു മുടി പോകാതെ ഞാൻ നിന്നെ സൂക്ഷിച്ചു കൊള്ളാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ നമ്മളുടെ മാനുഷിക ബുദ്ധിയിൽ നമ്മൾക്ക് ചിന്തിക്കും, ലോകത്തിന്റെ പ്രമാണം എങ്ങനെ? ലോകത്തിന്റെ പ്രമാണം ഇതാ ചെന്നായ്ക്കളുടെ നടുവിൽ ചെന്നാൽ നമ്മളും ചെന്നായെ പോലെ നിന്നില്ലെങ്കിൽ ചെന്നായി നമ്മളെ കടിച്ചു കീറും. കർത്താവ് പറയുക, ഒരു ചെന്നായി നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ പ്രമാണത്തിൽ നീ നടക്കുക. ഞാൻ പറഞ്ഞ ആ വള്ളത്തിൽ നിന്റെ കാല് വെച്ച് പോ. അതെ, ഒരു ദോഷവും നിനക്ക് സംഭവിക്കത്തില്ല. ഇവിടെ ദോഷം പറ്റുന്നറിയാമോ? ഞായറാഴ്ച വരുമ്പോൾ ആടിന്റെ സ്വഭാവവും തിങ്കളാഴ്ച ചെന്നായെ കാണുമ്പോൾ ചെന്നായുടെ സ്വഭാവം. 2 വള്ളത്തിൽ കാല് വെച്ചാൽ മുങ്ങിയിരിക്കും. ഇന്ന് ദൈവജനത്തോട് പറയട്ടെ, 2 വള്ളത്തിൽ കാല് വെക്കാതെ ദൈവത്തിന്റെ പ്രമാണത്തിൽ മാത്രം നിൽക്കാം. ഏത് സാഹചര്യം വന്നാലും കർത്താവേ, ഞാൻ ഇതാ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ആടിന്റെ സ്വഭാവം തന്നെ ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളതും കൊണ്ട് നീ ഒരു ദോഷവും സംഭവിക്കത്തില്ല. പക്ഷേ ചെന്നായെ കാണുമ്പോൾ ചെന്നായുടെ സ്വഭാവം എടുത്താൽ പരിശുദ്ധാത്മാവ് അതിന്റെ വഴിക്ക് പോകും, പരിശുദ്ധാത്മാവിന്റെ വഴിക്ക് പോകും. പിന്നെ ചെന്നായി നിന്നേക്കാൾ ബലമുള്ളതാണെങ്കിൽ നിന്നെ കടിച്ചു കീറും, നിനക്ക് അതിനേക്കാൾ ബലമുണ്ടെങ്കിൽ നീ അതിനെ വലിച്ചു കീറും. ചോദ്യം, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുമോ അതോ നമ്മൾ ലോകത്തിന്റെ പ്രമാണത്തിൽ ഇറങ്ങുമോ? ഞായറാഴ്ച മാത്രം ദൈവത്തിന്റെ വചനത്തിലും മറ്റുള്ള സമയം ലോകത്തിന്റെ പ്രമാണത്തിലുമാണെങ്കിൽ 2 തോണിയിൽ കാലുവെക്കുന്നവൻ മുങ്ങിയിരിക്കും. ഒരു തീരുമാനമെടുക്കാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആടിൻ്റെ സ്വഭാവം വിട്ടുമാറുകയില്ല, എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിലനിൽക്കുകയുള്ളൂ. എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഇപ്പോൾ ഞാൻ പറയുന്നത്. പ്രാവെന്ന രൂപേണ യേശുവിൻ്റെ മേൽ ഇറങ്ങി യേശുവിൻ്റെ മേൽ വസിച്ച പരിശുദ്ധാത്മാവെന്ന പ്രാവിനോട് ചോദിക്കുക, എന്താണ് പരിശുദ്ധാത്മാവേ കർത്താവിൻ്റെ മേൽ ഇറങ്ങി അവിടെ വസിച്ചത്? പരിശുദ്ധാത്മാവ് പറയും, ജീവിതത്തിൻ്റെ ആദ്യം മുതൽ ഇതാ വെളിപ്പാട് പുസ്തകം വരെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ടോ? ഞാൻ ആ വ്യക്തിയിൽ നിന്നും മാറുകയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഹിന്ദി സർവീസിൽ ഇതേ മെസ്സേജ് എടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വാഴ്ച എന്നെ കാണാൻ ഒരാൾ വന്നു. എനിക്ക് ആളിനെ കണ്ടിട്ട് മനസ്സിലായില്ല. കാര്യം ഞായറാഴ്ച വന്നപ്പോൾ വലിയ കപടാ മീശയും വലിയ താടി മീശയൊക്കെ ഉണ്ടായിരുന്നു.
ചൊവ്വാഴ്ച വന്നപ്പോൾ, ആദ്യമായിട്ട് ഞാൻ ആ ഞായറാഴ്ച കാണുന്നത്, ചൊവ്വാഴ്ച വന്നപ്പോൾ ആൾ വളരെ ക്ലീൻ ഷേവ്. ആളെന്നോട് പറഞ്ഞു, പാസ്റ്ററെ ആ മെസ്സേജ് എനിക്ക് അങ്ങേറ്റു. ഹിന്ദിക്കാരാണ്, മഹാരാഷ്ട്ര എന്നുള്ളവരാണ്. പാസ്റ്റർ ആ മെസ്സേജ് എനിക്ക് അങ്ങേറ്റു. കാര്യം ഞാൻ ഈ കപടാമീശമൊക്കെ വെച്ചിരുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത് റൗഡീസ് ഒത്തിരി പേര് വരും. അപ്പോൾ ഈ മീശയൊന്നും ഇല്ലെങ്കിൽ എന്നെ കണ്ടാൽ അവന്മാർക്കൊരു വിലയില്ല. അതുകൊണ്ടാണ് മീശയൊക്കെ വെച്ച്. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ ആടിനെ പോലെ അയച്ചതെങ്കിൽ ഞാൻ ആടിൻ്റെ സ്വഭാവം എടുക്കാത്തതും കൊണ്ട് എനിക്ക് പല നഷ്ടങ്ങളും വരുന്നതും മനസ്സിലായി. അതുകൊണ്ട് ക്ലീൻ ഷേവായിട്ട് അതാണ് കഴിഞ്ഞ ആഴ്ച വന്നത്. ഞാൻ പറയാൻ വന്നത്, ആശയങ്ങൾ മനസ്സിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലേക്കും ആശയങ്ങൾ ഒന്ന് വാസ്തവമായി ഇറങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ പോകുമ്പോൾ നീ ഒന്നും ഭാരപ്പെടേണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്, നിന്നെ ജയാളിയായി പുറത്തു കൊണ്ടുവരും. ആടിന്റെ സ്വഭാവം സൂക്ഷിക്കുക. അടുത്തൊരു വാക്യം കൂടെ വായിക്കണേ, പെട്ടെന്ന് വായിക്കണം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. മത്തായി 7:15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. വായിച്ചോട്ടെ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അവർ ആടുകളുടെ വേഷം പൂണ്ട് അടുത്ത് വരും. വായിച്ചോട്ടെ. അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അകമേ അവർ ആടിന്റെ വേഷം പുറമേ ഉണ്ടെങ്കിലും അകമേ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. നിങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഒരു ചെന്നായി നിന്നെ കടിച്ചു കീറത്തില്ലെന്നല്ല, നക്കത്ത് പോലുമില്ല, അടുത്തു വരത്തില്ല. കാര്യം ദൈവം പറയും, ഗുണമാകട്ടെ ദോഷമാകട്ടെ എൻ്റെ മകനോടും മകളോടും തൊട്ടുപോയേക്കരുത്, മിണ്ടിപ്പോയേക്കരുത്. ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒറ്റ വാക്ക് മിണ്ടിപ്പോയേക്കരുത്. അയക്കപ്പെടുമ്പോൾ അങ്ങനെ. ഇവിടെ പറയുന്ന അയച്ചെന്നല്ല, ഇവിടെ അയക്കപ്പെട്ടതുമല്ല അയച്ചതുമല്ല, നിങ്ങളുടെ ഇടയിലേക്ക് കയറി വരും. നിങ്ങളുടെ ഇടയിലേക്ക് കയറി വരും. ഇത് കടിച്ചു കീറുന്ന ചെന്നായ, സൂക്ഷിച്ചോണം. സൂക്ഷിച്ചില്ലെങ്കിൽ കടിച്ചു കീറി നിന്നെ ശരിയാക്കി കളയും. നമ്മൾ ഈ വാക്യങ്ങളെല്ലാം മിക്സപ്പ് ചെയ്യും. ഒന്ന്, ആടിന്റെ സ്വഭാവം എടുത്താൽ പരിശുദ്ധാത്മാവ് വരും, വന്നു, പിന്നെ നിലനിൽക്കുന്നില്ല. കാര്യം ഞാൻ ചെന്നായുടെ സ്വഭാവം എടുത്തുപോയി. ചെന്നായുടെ നടുവിലേക്ക് അയച്ചപ്പോൾ അതിന്റെ സ്വഭാവം എടുത്തുപോയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെന്നായുടെ നടുവിലേക്ക് ദൈവം അയച്ചാൽ ഒരു ചെന്നായും നിന്റെ അടുത്തു വരത്തില്ല. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുക, കള്ളപ്രവാചകന്മാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവന്മാർ വന്ന് നിങ്ങളെ കടിച്ചു കീറും. ഒരു ദോഷവും ചെയ്യത്തില്ലെന്നല്ല, ശ്രദ്ധിച്ചിരുന്നോണം, കടിച്ചു കീറും. അതുകൊണ്ട് നിങ്ങൾ അവരെ വിവേചിച്ചറിയണം. ചെന്നായുടെ പ്രത്യേകത എന്തുവാ? ചെന്നായി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന 2-3 ടെക്നിക്സ് പറയാൻ ആഗ്രഹിക്കുക. ചെന്നായി എങ്ങനെയാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്? ഒന്ന്, ഈ ചെറിയ മൃഗങ്ങളാണെങ്കിൽ, ചെറിയ മുയലും അങ്ങനത്തെ മൃഗങ്ങളാണെങ്കിൽ അതിനെ കടിച്ച് ഞെരിക്കാൻ കൊല്ലും. അതിൻ്റെ സൈസിലുള്ള മാനും അതുപോലെയുള്ള മൃഗങ്ങളാണെങ്കിൽ അതിൻ്റെ പെടലിക്ക് പിടിച്ചങ്ങ് കൊല്ലും, അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. പക്ഷേ ചില വലിയ മൃഗങ്ങൾ കാണുമ്പോൾ ഇവന്മാരുടെ സ്ട്രാറ്റജി അത് മാത്രം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുക. മറ്റൊന്നും ഇന്നിവിടെ പറയുന്നില്ല. ബഥയിലുള്ള എല്ലാം വലിയ വലിയ ആൾക്കാരാണ്, അതുകൊണ്ടാണ് മുയലൊന്നും ഇതിൻ്റെ അകത്തില്ല. ഈ വലിയ കാട്ടുപോത്തും വലിയ വലിയ മൃഗങ്ങളൊക്കെ ഇത് പിടിക്കാൻ വരുമ്പോൾ 2-3 സ്ട്രാറ്റജി വരട്ടെ. ഒന്ന്, ഈ നാഷണൽ ജിയോഗ്രഫിയും ആനിമൽ പ്ലാനറ്റും ഒക്കെ കണ്ടാൽ ഈ കാട്ടുപോത്തും ഇതൊക്കെ ചെന്നായെ കാണുന്നുണ്ടേ, പാക്ക് ഓഫ് വുൾസ് 3-4 ചെന്നായ്ക്കൾ വന്ന് അതിനെ പിടിക്കാൻ വന്ന ഉടനെ ഇത് അവിടുന്ന് പിന്നെ അനങ്ങത്തില്ല, അവിടെ ഉറച്ചങ്ങ് നിൽക്കും. കാര്യം ചെന്നായ്ക്കും അറിയാം, ഈ ജീവിക്കും അറിയാം, നിൽക്കുന്ന സ്ഥലത്ത് ഉറച്ചു നിന്നാൽ ഒരു ചെന്നായ്ക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്ന് സമയമില്ല. അതുകൊണ്ട് ചെന്നായിയുടെ ടെക്നിക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഭയപ്പെടുത്തി ഇതിനെ ഓടിക്കുക. ഓട്ടം തുടങ്ങിയാൽ ഇതിനെ കടിച്ചു താഴെയിടാം. കള്ളപ്രവാചകന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം പേടിപ്പിക്കുന്നവരായിരിക്കും. ഞാനൊരു ആക്സിഡന്റ് കാണുന്നു, ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത് കാണുന്നു, അകത്ത് ഭയം വന്നു കഴിഞ്ഞാൽ അവൻ അറിയാം നീ ഓട്ടം തുടങ്ങിയാൽ നിന്നെ കടിച്ചു വിടാനും പറ്റും. എവിടെയെങ്കിലും ഭയപ്പെടുത്തുന്ന ആലോചനകൾ വന്നാൽ ഒരു പക്ഷേ അപായത്തെക്കുറിച്ച് പറയും, പക്ഷേ അകത്ത് വിവേചിച്ചോണം. സത്യമായിട്ടും നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ധൈര്യം പകരപ്പെടും. ഏത് ആക്സിഡന്റോ, ഏത് രോഗമോ, ഏത് മന്ത്രമോ, ഏത് തന്ത്രമോ എവിടെ നിന്നുയർന്നാലും ഈ ദൈവദാസൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയത്തിൻ്റെ ആത്മാവില്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെ തരുമ്പോൾ ഓർത്തോണം ദൈവം അയച്ചിട്ട് വന്ന ദൈവദാസന്. എത്ര നന്നായിട്ട് നിന്നെ ശുശ്രൂഷിക്കാൻ നോക്കിയാലും നിന്റെ പേഴ്സിൻ്റെ അകത്തുള്ള കാശും നിന്റെ മറ്റ് പലതും ആ കള്ളപ്രവാചകന്റെ നോട്ടമെങ്കിൽ എത്ര ആശ്വസിപ്പിക്കാൻ നോക്കിയാലും അകത്തിൻ്റെ അകത്തൊരു ഭയമുണ്ടായിരിക്കും. കള്ളപ്രവാചകന്മാരായ ചെന്നായ്ക്കളെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അത് പാസ്റ്റർമാർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾക്ക് മാത്രമേ ദൈവസന്നിധിയിൽ സഹായം ഏറ്റെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഏതൊരു വ്യക്തിയുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ, ആലോചന ചോദിക്കുവാൻ ചെല്ലുമ്പോൾ അത് കഴിയുമ്പോൾ ധൈര്യത്തിൻ്റെ ആത്മാവാണോ ഭയത്തിൻ്റെ ആത്മാവാണോ അകത്ത് വന്ന് നോക്കിയാൽ മതി. കള്ളപ്രവാചകനാണോ, ചെന്നായാണോ, അതോ ദൈവമയച്ച ശുശ്രൂഷകനാണോ നമ്മുടെ അടുക്കൽ വന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും.
എത്രയോ പേര് വന്ന് പറയാറുണ്ടെന്നറിയോ, പാസ്റ്ററെ ആ വ്യക്തിയോട് നിന്ന് പ്രാർത്ഥിച്ചുള്ള സമാധാനവും നഷ്ടപ്പെട്ടു, ഭയത്തിൻ്റെ ഒരു ഭയങ്കര പ്രശ്നം എൻ്റെ അകത്ത് വന്നു. പറയട്ടെ, നിന്നെ കടിച്ചു കീറുവാനുള്ള ചെന്നായി ആടിൻ്റെ വേഷം ധരിച്ചു വന്നതാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിന്നെ കടിച്ചു കൊന്നുകളയും. ഭയപ്പെടുത്തി ഓടിക്കും. 2, ഈ ചെന്നായുടെ രണ്ടാമത്തെ പ്രശ്നം, ഇല്ലെങ്കിൽ എൻ്റെ രണ്ടാമത്തെ സ്ട്രാറ്റജം, അതിൻ്റെ തന്ത്രം, കൂട്ടത്തിൽ നിന്നും മാറ്റുക. കൂട്ടത്തിൽ നിന്നും മാറ്റുക. പലരും ഒത്തിരി അങ്ങ് പറയണമെന്നുണ്ട് എനിക്കങ്ങ്. കൂട്ടത്തിൽ നിന്ന് മാറ്റുക, നേതൃത്വത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റുക. ഒരളവിൽ യെസബേലിന്റെ ശക്തിയാണ്, ഒരളവിലല്ല, പൂർണ്ണമായി യെസബേലിന്റെ ശക്തിയാണ്. ഓ പാസ്റ്റർ കൊള്ളാം, പക്ഷെ പ്രസംഗിക്കുന്നില്ലെന്നല്ല, ജീവിതം ഫ്രോഡാ, ചെന്നായി. ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ അതിനൊന്ന് ശാസിച്ചിട്ടുള്ളൂ. എത്ര പേര് ആമേൻ പറയും? ഫ്രോഡാ. പിന്നെന്തുവാ? ജീവിതമൊന്നും ഇല്ലെന്നേ, സ്റ്റേജിൽ കാണുന്നതേ ഉള്ളൂ. ലീഡർഷിപ്പിൽ നിന്നും അകറ്റുവാൻ വരുന്ന വാക്കുകൾ വരുമ്പോൾ ഓർത്തോണം, യെസബേൽ ശക്തിയാണ് ഇത്, ചെന്നായാണ്. നേതൃത്വത്തിൽ നിന്നും അകറ്റുവാൻ വരുന്നതാണ്. അതിനെ കണ്ട് തിരിച്ചറിഞ്ഞ് കുഞ്ഞ ആടിന്റെ വേഷം ധരിച്ച ചെന്നായാണെന്ന് മനസ്സിലാക്കി കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ജീവൻ അപായമാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പോകണം എന്നാണ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം. ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ആണെങ്കിലും, ചർച്ചിൻ്റെ അകത്തെ ശുശ്രൂഷകന്മാരാണെങ്കിലും, ചർച്ചിൻ്റെ അകത്തെ കമ്മിറ്റി ആണെങ്കിലും, ചർച്ചിൻ്റെ ഏരിയ ലീഡേഴ്സ് ആണെങ്കിലും, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന അത്രയും ബലമെങ്ങുമില്ല. ഇതിൻ്റെ അകത്തിരിക്കുന്ന 2 പേർ ഒരുമിച്ച് നടന്നാൽ എനിക്ക് സന്തോഷമാണ്. കാര്യം എന്തുവാ? കാര്യം കുറഞ്ഞ വർഷം അവരുടെ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ഞാൻ പോകണ്ടല്ലോ. പക്ഷേ ചെന്നായുടെ പ്രത്യേകത, എങ്ങനെയെങ്കിലും കൂട്ടത്തിൽ നിന്ന് മാറ്റണം. കൂട്ടത്തിൽ നിന്ന് മാറ്റണം. അവർ ശരിയല്ലെന്നേ, ഇവർ ശരിയല്ലെന്നേ, മനസ്സകറ്റുക. ഓർത്തോണം, ചെന്നായി നിന്നെ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓ, എൻ്റെ അടുത്ത് നിൽക്കണ്ട, അടുത്ത് നിൽക്കുന്നത് സുനിൽ പാസ്റ്റർ കണ്ടാൽ പണി കിട്ടും. ഓർത്തോണം, ചെന്നായാണ്, അകറ്റുവാൻ വരികയാണ്. നിന്റെ ജീവൻ സൂക്ഷിച്ചോണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജിലേക്ക് കടക്കാൻ പറ്റത്തില്ല, ഒത്തിരി പറയാനുണ്ട്. ആടിന്റെ സ്വഭാവം മാറി ചെന്നായുടെ സ്വഭാവം എടുത്താൽ പരിശുദ്ധാത്മാവ് ഉടനെ പോയിരിക്കും. പരിശുദ്ധാത്മാവ് പോയാൽ ഓക്കെ ഓ മൈ ഗുഡ്നസ്, കർത്താവായ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ ആടിന് പല്ല്, കടിച്ചു കീറാനുള്ള പല്ല്, മാന്തുവാനുള്ള നഖം ഒന്നുമില്ല, അറ്റാക്ക് ചെയ്യാൻ അതിനറിയത്തില്ല. അങ്ങനെയുള്ളവരുടെ മേൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കത്തുള്ളൂ. ആടിന്റെ പ്രത്യേകത, ഇതിന് വഴി അറിയത്തില്ല, പോയി കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോകും. പക്ഷേ പരിശുദ്ധാത്മാവുണ്ടോ, സകല സത്യത്തിലും വഴി നടത്തിയിരിക്കും. പലരുടെയും ജീവിതത്തിൽ എങ്ങനെ പോകണമെന്ന്, മുന്നേറണം, എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയട്ടെ, കരഞ്ഞനുദപിച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് വിട്ടുപോയെങ്കിൽ ചെന്നായുടെ സ്വഭാവം മാറ്റ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് മടങ്ങി വന്ന് നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. ആലോചനകൾ തന്ന് നിന്നെ വഴി നടത്തിയിരിക്കും. ശക്തമായ ചില ദൂത പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സഭയോടുള്ള ആലോചന പറയുന്നത്. എന്ന് പകൽക്കാലം സഭയോട് ചേർന്ന് നിൽക്കുന്നവർ ഈ ആലോചന ഏറ്റെടുക്കട്ടെ. അല്ലാത്തവരെ യേശുവിന്റെ നാമത്തിൽ സഭയിൽ നിന്നും പുറത്താക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇന്ന് സഭയായി അഴിച്ചുവിടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലർക്കും പ്രയാസം, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരേണ്ട കാര്യം, ഞാൻ അത്രയ്ക്ക് വിശുദ്ധ ജീവിതമുള്ള വ്യക്തിയല്ല. റൈറ്റ്. ആട് ഒരിക്കലും ഒരു പൂച്ചയുടെ കൂട്ട് അതിൻ്റെ ശരീരത്തെ നക്കി വൃത്തിയാക്കാൻ അതിനറിയത്തില്ല. മറ്റു ചില ജീവികളുടെ കൂട്ട വെള്ളത്തിൽ ചാടി അതിൻ്റെ അകത്ത് കുളിക്കാൻ അറിയത്തില്ല. അതിനറിയാവുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിൽ പോയി നിൽക്കുക. അതിൻ്റെ ശരീരത്തിൽ അഴുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഇടയൻ അതിനെ കഴുകി വൃത്തിയാക്കും. പക്ഷേ ഇതാ ആട് വൃത്തിയുള്ള ജീവി അല്ലെന്നതിന് തോന്നിയാലും പന്നിയുടെ കൂട്ട് ചെളിവെള്ളത്തിൽ പോയി ഉരുളുവാൻ അതിന് താല്പര്യമില്ല. പലരുടെ അകത്തുമുണ്ട്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ബലഹീനതകൾ വന്നുപോയി, എൻ്റെ അകത്ത് പ്രശ്നങ്ങൾ വന്നുപോയി, പരിശുദ്ധാത്മാവിനെ ചോദിക്കുവാനുള്ള ഒരു പ്രാഗൽഭ്യം പോലുമില്ല. ഞാൻ പറയട്ടെ, വിശുദ്ധന്മാർക്കല്ല പരിശുദ്ധാത്മാവിനെ നൽകുന്നത്, ചിലരെ വിശുദ്ധരാക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പലരുടെ അകത്തും ധൈര്യമില്ല. എൻ്റെ വാക്കുകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ വികാരങ്ങളിൽ എവിടെയോ അബദ്ധം പറ്റിപ്പോയി. നോ പ്രോബ്ലം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഇതാ വിശുദ്ധനാക്കുവാൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ എൻ്റെ ദൈവം തന്നിരിക്കും. പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നു കഴിഞ്ഞാൽ പാത്രത്തിൽ, ഇതിൻ്റെ അകത്ത് ഈ മുകളിൽ കാണുന്ന ഒരു ചെറിയ ഡിപ്രഷൻ ഉണ്ട്, ഇതിൻ്റെ അകത്താണ് ഏതാണ്ട് ഒഴിച്ചു വെക്കുന്നത്. എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഇവോപ്പറേറ്റ് ആകുന്ന, ഇതിൻ്റെ അകത്തുനിന്ന് ആവിയായി വരുന്ന ആ സൗരഭ്യം മുറി മുഴുവൻ നിറയ്ക്കും. അകത്ത്
ആത്മാവിൻ്റെ തീ കത്തുമ്പോൾ പുറത്തുള്ളത് ഇതാ ഫലമായി പുറത്തു വരും. അല്ല, പുറത്തുള്ളത് വരങ്ങളായി പുറത്തു വരും. അകത്ത് ഫലവും പുറത്തു വരങ്ങളും. പാത്രത്തിൽ എണ്ണ, ആത്മാവിൽ എണ്ണ, ഇല്ലെങ്കിൽ വിളക്കിൽ എണ്ണ. വിളക്കിൽ എണ്ണ, അകത്തിൻ്റെ അകത്തുള്ള ആത്മാവിൽ എണ്ണ, പാത്രത്തിൽ എണ്ണ, ശരീരത്തിൽ എണ്ണ. Now, പെട്ടെന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, പാത്രത്തിൽ എണ്ണയില്ല, വിളക്കിൽ മാത്രമേ എണ്ണയുള്ളൂ. ഞാൻ ആദ്യമേ രണ്ട് സൈഡും എടുക്കാൻ ആഗ്രഹിക്കുക. ചിലരുടെ പാത്രത്തിൽ മാത്രമേ എണ്ണയുള്ളൂ, വിളക്കിൽ എണ്ണയില്ല. പറയാം, വായിച്ചാട്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം. നമ്മൾ പറഞ്ഞത് എന്തുവാണ്? പാത്രത്തിലേക്ക് എണ്ണ വന്നാൽ അതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ വരങ്ങൾ. ശബ്ദമുയർത്തി പറയാമോ? വരങ്ങൾ. ഒന്നുകൂടെ ശബ്ദമുയർത്തി പറഞ്ഞാട്ടോ, വരങ്ങൾ. പാത്രത്തിലേക്ക് എണ്ണ വരുമ്പോൾ ആത്മാവിന്റെ വരങ്ങൾ ഇവിടെ വ്യാപരിക്കും. വായിച്ചാട്ട്. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നിങ്ങൾ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയും. വായിച്ചാട്ട് 23-ാം വാക്യം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ 25-ാം അധ്യായത്തിൽ വായിച്ചത് എന്താണ്? എന്തായിരുന്നു വായിച്ചത്? ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്നാണോ? അല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇവിടെ എൻറ്റയർലി മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. ഒരു നാളും ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ പറയുന്ന വാക്കുകൾ എന്താണ്? ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. വായിച്ചാട്ട് ആ വാക്യം 20 മുതൽ ഒന്നും വായിച്ചാട്ട്. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരോട് പറയുന്ന ആ ഒരു ഭാഗമേ അല്ലിത്. അത് വിളക്കിൽ എണ്ണയുണ്ട്, പക്ഷേ പാത്രത്തിൽ എണ്ണയില്ലാത്തവരുടെ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതെവിടാ പറയുന്നതെന്ന് അറിയാമോ? ഇവിടെ പറയുന്നത് പാത്രത്തിൽ ഇഷ്ടം പോലെ എണ്ണയുണ്ട്, പക്ഷേ ആത്മാവിൽ ഒട്ടും എണ്ണയില്ല. ശ്രദ്ധിച്ചു കേൾക്കണം, ഇല്ലെങ്കിൽ ആശയം അകത്തോട്ട് വരത്തില്ല. പാത്രത്തിൽ എണ്ണയുണ്ട്, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങളുടെ ജഡത്തിന്റെ മേൽ ആത്മാവ് വന്നു, ഞങ്ങൾ പ്രവചിച്ചു, ഞങ്ങൾ ബൈബിൾ പഠിപ്പിച്ചു, ഞങ്ങൾ പാപങ്ങൾക്ക് ആഹാരം കൊടുത്തു, ഞങ്ങൾ നീതി പ്രവർത്തികൾ ചെയ്തു, ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു, ഞങ്ങളുടെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നു, ഞങ്ങൾ ആത്മാവിന്റെ പ്രവർത്തികൾ ചെയ്തു. ആത്മാവിൽ അങ്ങോട്ട് വരാം, ഫലമില്ലായിരുന്നു. പരിശുദ്ധ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സമാധാനം, സന്തോഷം, പലതുമുണ്ട്. അങ്ങോട്ട് വരാം, പിന്നെ വരാം. ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ മൺപാത്രത്തിൽ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾക്ക് പ്രവചനം, വ്യാഖ്യാനം, വെളിപ്പാട്, ദൂത, പ്രസംഗം, ഭൂതശാന്തി, നിന്റെ നാമത്തിൽ വചനം പ്രസംഗിച്ച് ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾക്ക് പലതുമുണ്ട്. ഞങ്ങളുടെ ശരീരത്തിൽ നിറച്ചും ഇതാ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയും എണ്ണയുമുണ്ട്. കർത്താവ് പറയും, അവരുടെ ഫലത്താൽ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. ആത്മാവിന്റെ ഫലം, ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിച്ചു തുടങ്ങുമ്പോൾ ചില ഫലമുണ്ട്. ആ ഫലമില്ലായിരുന്നു ഇവർക്ക്. അവരുടെ വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ തിരിച്ചറിയും. അവർ ശരീരത്തിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാൽ വന്ന ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ദൈവം പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നല്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വാസ്തവമായി സത്യമായി അവരോട് പറയും. ഞാൻ പറയട്ടെ, ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, നമ്മൾ പ്രവചിച്ചെന്ന് വരും, നമ്മൾ ശുശ്രൂഷിച്ചെന്ന് വരും, ഭൂതങ്ങൾ നമ്മൾക്ക് കീഴടങ്ങിയെന്ന് വരും. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണെങ്കിൽ, ശിംശോന്റെ മേൽ പകരപ്പെട്ടതും കൊണ്ട് അവൻ തകർന്നു പോയില്ലെന്നല്ല, പക്ഷേ അവന്റെ മേൽ വന്നതുപോലെ നമ്മുടെ മേൽ വരണം, വരണം, വരണം. പക്ഷേ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമില്ലെങ്കിൽ, അന്ത്യകാലത്ത് ഞാൻ പോയി പറയുക, കർത്താവെ ഫലമൊന്നും ഇപ്പൊ പറയണ്ട, കർത്താവെ വരത്തെക്കുറിച്ച് പറ, നിന്റെ നാമത്തിൽ ഞാൻ എന്തൊരു
കിടിലൻ പ്രസംഗമാണ് പ്രസംഗിച്ചത്. നിന്റെ നാമത്തിൽ എന്ന് ഭയങ്കരം ദൂതാ പറഞ്ഞത്. കേട്ടവരൊക്കെ ഞെട്ടിപ്പോയി, കേട്ടവരൊക്കെ കണ്ണും തള്ളി അവിടെ ഇരുന്നു. അത്രയ്ക്ക് ഭയങ്കരം പ്രവചനവും ദൂതും. ഭൂതങ്ങളൊക്കെ വിട്ടുപോകുന്നതായിട്ട് ആൾക്കാർ കമന്നടിച്ച് വീണില്ല. എൻ്റെ പ്രസംഗത്തിൽ ആൾക്കാർ മാനസാന്തരപ്പെട്ടത്. എന്തൊരു പ്രസംഗമായിരുന്നു, എന്തൊരു ബൈബിൾ സ്റ്റഡി ആയിരുന്നു. കർത്താവ് പറയും, കൊള്ളാം, നിന്റെ ശരീരത്തിൻ്റെ മേൽ, നിന്റെ ജഡത്തിൻ്റെ മേൽ, നിന്റെ മൺപാത്രത്തിൽ എണ്ണ ഉണ്ടായി, നീ പ്രവചിച്ചു, നീ പലതും ചെയ്തു. പക്ഷേ ഫലം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കൂട്ടത്തിൽ പറയുക, നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം 25:13. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചോട്ടെ. 25:13. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായി. 12. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അറിയുന്നില്ല. ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിച്ചാൽ, ഇടുക്കവും ഞെരുക്കവുമായ വാതിലിൽ കൂടെ കടക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ അവിടെയും ഇതേ വാക്ക് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ലോകത്തിന്റെ അറ്റത്തുനിന്ന് ആൾക്കാർ പലരും വരും. മുൻപന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമാകും. പക്ഷേ ഫലമില്ലാത്തവർ, ആത്മാവിൽ എണ്ണയില്ലാത്തവർ. ശരീരത്തിലുണ്ട്, എല്ലാം ചെയ്തു, പക്ഷെ ആത്മാവിലില്ല. ഇവരോട് പറയും, പല്ലുകടിയും നിലവിളിയും ഉള്ള സ്ഥലത്തേക്ക് കയ്യും കാലും കെട്ടി പുറത്തോട്ടങ്ങ് അയച്ചു. ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിളക്കിൽ എണ്ണയില്ല. വിളക്കിൽ എണ്ണയുണ്ട്, അവിടെ ശരീരത്തിൽ എണ്ണയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോ, മണവാട്ടി സഭയായിട്ട് ഇപ്പോൾ വരണ്ട. കുറഞ്ഞ ശേഷം പല്ലുകടിയും മുറവിളിയും ഉള്ള സ്ഥലത്തോട്ട് നിങ്ങളെ കയ്യും കാലും കെട്ടി അയക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ടോ? 2, നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടോ? 2-3 നിമിഷങ്ങൾ കൂടെ എടുത്ത് ഒരു പക്ഷേ ഇന്ന് ഒരു കൺക്ലൂഷനിൽ വന്നിട്ട് അടുത്ത ആഴ്ചയിൽ ഇതെന്നെ തുടരുവാൻ ആഗ്രഹിക്കുകയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ എങ്ങനെ നിറയ്ക്കും? അതും കൂടെ ചുരുക്കമായി ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാൻ സമയമെടുക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ എങ്ങനെ നിറയ്ക്കും? ആത്മാവിനെ നിറയ്ക്കും. നമ്മൾ ചിന്തിച്ചു, യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിൽ നമ്മൾ വിശ്വസിച്ച് യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആത്മാവിലേക്ക് എണ്ണ വന്നു കഴിഞ്ഞു. പിന്നെ ആ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ ശ്രദ്ധിച്ചാൽ മതി. ഓ മൈ ഗുഡ്നസ്, അതൊരു ഭയങ്കര ചാപ്റ്റർ. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ അങ്ങോട്ട് പോകാം. എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന ഒരു കുറവ് നിങ്ങളെക്കുറിച്ച് പറയുവാനുണ്ട്. അതുകൊണ്ട് എങ്ങനെങ്കിലും ആദ്യ സ്നേഹം തിരിച്ചൊന്ന് കൊണ്ടുവരാനല്ല പറഞ്ഞ് മാനസാന്തരപ്പെടുക. എവിടെയോ മാനസാന്തരത്തിൽ നിന്നും വിട്ടുപോയതും കൊണ്ട് ധനവാൻ നരകത്തിൽ പോയി കിടന്നതുപോലെ എൻ്റെ സഹോദരന്മാർ 5 പേരുണ്ട്, അവരിതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നറിയാം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ആത്മാവിൻ്റെ ഫലം അകത്തില്ലെങ്കിൽ പറയട്ടെ, ഒരു ദിവസം ഇതാ ജഡത്തിൽ മാത്രം, ശരീരത്തിൽ മാത്രം കൃപാവരങ്ങൾ സൂക്ഷിക്കുവാൻ സാധിക്കും. ഒടുവിൽ ഒരു നാളും നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇടയാകാതെ നമ്മുടെ ആത്മാവിൽ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപാവരം സൂക്ഷിക്കാം, ആത്മാവിൻ്റെ ഫലം സൂക്ഷിക്കാം. മറുവശം, നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ആത്മാവിനെ നിറയ്ക്കുവാൻ സാധിക്കും? അപ്പോസ്തല പ്രവൃത്തികൾ 2:2 വായിക്കുന്നില്ല, അവർ കൂടി വന്നിരുന്ന സ്ഥലം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എത്രയോ സ്ഥലങ്ങളിൽ മണിക്കൂറുകൾ അപ്പോസ്തലന്മാരിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നോ? അവരുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നില്ലയോ? എല്ലാം ഉണ്ട്. പക്ഷേ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മകളെ അലക്ഷ്യമാക്കരുത്. കാര്യം, ഒരുമിച്ച് വരുന്നിടത്ത് മുറി നിറയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നാനം നടക്കും. ഈ മുറിക്കകത്ത്, ഈ ഹാളിൻ്റെ അകത്ത് മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം നിറച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കുക ആദ്യം, ഇതിൻ്റെ അകത്ത് മുഴുവൻ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് പോലെ, വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് ഇറങ്ങി ശരീരം വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ നമ്മൾ കൂടി വരുന്നിടത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. ഈ ശരീരം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മുങ്ങുന്നത് പോലെ നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ആരാധനകളെ, നമ്മുടെ കൂടിവരവുകളെ അലക്ഷ്യമാക്കരുത്. നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തെ നിറയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ മുറിയെ മുഴുവൻ നിറയ്ക്കുവാനിടയായിത്തീരും. കൂട്ടായ്മകളെ അലക്ഷ്യമായി എണ്ണരുത്. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് പാട്ടുപാടി സ്തോത്രാഴ്ച എടുക്കുവാൻ പോകുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം. ഇങ്ങനെ ആത്മസ്നാനം നടന്നാൽ, ഞാൻ അന്യഭാഷയെക്കുറിച്ചല്ല പറയുന്നത്,
ഞാനിപ്പോൾ അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകം പ്രാപിച്ചവരെ കുറിച്ചല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് അവർ ഇരുന്ന സ്ഥലത്തെ നിറച്ച് ആത്മാവിന്റെ സ്നാനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. മതി. ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു. സ്നാനമേറ്റു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മൾ ഒരു ശരീരമായി നമ്മൾ മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തേശുവിന്റെ മണവാട്ടിയാകുന്ന സഭ എന്ന ശരീരത്തിന്റെ ഭാഗമായി ആത്മസ്നാനത്തിൽ കൂടെ നമ്മൾ മാറുകയാണ്. അതുള്ളവന് ആത്മാവിന്റെ ഫലമില്ലാതെ പോയാൽ കർത്താവ് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയും, നിങ്ങൾ ആത്മാവിന്റെ പ്രവൃത്തിയാ ചെയ്തതെന്ന്. ഞാൻ ആത്മാവിന്റെ പ്രവൃത്തിയായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത് അകൃത്യം പ്രവർത്തിക്കുന്നവരെ. Think about it. എനിക്ക് പറയാനുള്ളത്, കർത്താവേ, ഞാൻ ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്തിട്ടില്ല. ജഡത്തിന്റെ പ്രവർത്തികൾ, വ്യഭിചാരം, ദുർനടപ്പ് ഒത്തിരിയുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജഡത്തിന്റെ പ്രവർത്തികൾ എനിക്കില്ല. കർത്താവിന് പറയാനുള്ളത്, ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്തവരെ എന്നെ വിട്ടു പോകുവീൻ എന്നല്ല, അകൃത്യം പ്രവർത്തിച്ചവരെ എന്നെ വിട്ടു പോകുവീൻ. എന്റെ ചിന്ത, ഞാൻ ജഡത്തിന്റെ പ്രവർത്തികളല്ലല്ലോ ചെയ്യുന്നത്. കർത്താവിന് പറയാനുള്ളത് അതിനെക്കുറിച്ചല്ല, അകൃത്യം പ്രവർത്തിക്കുന്നവരെ, വർക്കേഴ്സ് ഓഫ് ഇനിക്വിറ്റി, നിങ്ങൾ എന്നെ വിട്ടുപോകും. അകൃത്യം പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറയുന്നു, ജഡത്തിന്റെ പ്രവർത്തികളുള്ളവരെ കുറിച്ച് പറയുന്നു, അവർ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. ഇവിടെ പറയുക, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്ത് പോലുമില്ല. just spewing you out. നിങ്ങളെ ഞാൻ തുപ്പിക്കളയുക. ഇന്നൊരു ക്രമീകരണത്തിന്റെ മെസ്സേജ് വരുമ്പോൾ എത്ര പേര് ഏറ്റെടുക്കും? 1-2 വാക്യങ്ങൾ കൂടെ വായിച്ച് ഇവിടെ ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കുക, ഇന്നത്തേക്കുള്ള ആശയം അവസാനിപ്പിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം, 4-ാം അധ്യായം, അതിന്റെ 7-ാം വാക്യം. 2-3 വാക്യങ്ങൾ കൂടെ പെട്ടെന്ന്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ, അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനെ അല്ല, the gift of the Holy Spirit. അടുത്ത ആഴ്ചയിൽ ദൈവം സഹായിച്ചാൽ gift of the Holy Spirit, seal of the Holy Spirit, 2 വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുക. ഈ ദാനം, ഈ ഗിഫ്റ്റ്, അച്ചാരമല്ല, ഗിഫ്റ്റ് വരുവാൻ ഇത് മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. പരിശുദ്ധാത്മാവെന്ന ദാനം മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ കൈവയ്പിനാൽ നിങ്ങളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. ഞാൻ പറയട്ടെ, ഇന്ന് ചുരുങ്ങിയ ചില നിമിഷങ്ങൾക്കകം I'm going to ask everyone to stand up. ഇപ്പോഴല്ല, 1-2 നിമിഷങ്ങൾക്കകം I'm going to ask everyone to stand up. അടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ തമ്മിൽ, അടുത്ത് നിൽക്കുന്ന സഹോദരിമാർ തമ്മിൽ കരങ്ങളെ കോർത്തു പിടിക്കും. എന്തിനാണെന്നറിയാമോ? സ്പർശനത്താൽ ശരീരത്തിലേക്ക് ഒരു വ്യാപാരം ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്തിരിക്കുന്നവർ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ അകത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളവരായിരിക്കുവാൻ അടുത്ത ആഴ്ചയിൽ അതിനെക്കുറിച്ച് അധികം പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ, നമ്മുടെ ശരീരത്തിൽ അത്യന്ത ശക്തി വ്യാപരിക്കുവാൻ ഇന്ന് സ്പർശനത്താൽ, കൈവെപ്പിനാൽ മാത്രമല്ല, നമ്മൾ കരങ്ങൾ കോർത്തു പിടിക്കുമ്പോൾ സ്പർശനത്താൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പങ്ങാനും തൊട്ടാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. കുഷ്ഠരോഗി പറഞ്ഞു, കർത്താവേ, എന്നെ തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യമാകും. ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിന്? അവൻ ഒന്ന് തൊടുവാൻ സ്പർശനത്തിൽ ശക്തിയുണ്ട്. യുക്തിവാദി പറയും, 1 സെന്റിമീറ്റർ അടുത്ത് പോയി നിന്നാൽ പോരായോ, വ്യാപരിക്കത്തില്ലയോ? യുക്തിവാദി പറയും, ബുദ്ധിയുള്ളവൻ പറയും, ഇതാ ലോജിക്കുള്ളവൻ പറയും, അങ്ങനെ എന്തിനാ തൊടുന്നത്? അടുത്ത് നിന്നാൽ പോരായോ, പറഞ്ഞാൽ പോരായോ? ദൈവത്തിന്റെ വചനം പറയുന്നു, സ്പർശനത്തിൽ ശക്തിയുണ്ട്. Can the church stand up please? സഭ മുഴുവൻ എണീറ്റ് നിൽക്കാമോ? സ്പർശനത്തിൽ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, സഹോദരിമാർ അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ കരങ്ങളെ കോർത്തു പിടിച്ചാട്ട്, സഹോദരന്മാർ തമ്മിൽ അടുത്ത് നിൽക്കുന്നവർ കരങ്ങളെ കോർത്തു പിടിച്ചാട്ട്. എന്ന് എന്നെ കേൾക്കുന്നവർ ഫാമിലീസ് ആയിട്ട് വന്നവരാണെങ്കിൽ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ ഫാമിലീസ് ആയിട്ട് കടന്നു വന്നവരാണെങ്കിൽ, ഹസ്ബൻഡ് വൈഫ് അടുത്തിരിക്കുന്നവരാണെങ്കിൽ, യു ക്യാൻ ഹോൾഡ് യുവർ ഹാൻഡ്സ്. എന്ന് ഞാൻ പറയട്ടെ, ഇന്ന് കരങ്ങൾ കോർത്തു പിടിക്കുമ്പോൾ സ്പർശനത്തിൽ കൂടെ മൺകൂടാരത്തെ നിറയ്ക്കുന്ന ഒരു ശക്തി ഇവിടെ പകരപ്പെടുവാൻ പോകുക. ചോദ്യം, നമുക്കത് സ്വീകരിക്കുവാൻ താല്പര്യമുണ്ടോ? അവർ കൂടി വന്ന ഇടത്തെ പരിശുദ്ധാത്മാവ് നിറച്ചു. ഇന്ന് നമ്മൾ കൂടി വന്ന ഈ സ്ഥലത്തെ പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അങ്ങനെ ഏറ്റുകഴിയുമ്പോൾ ഞാൻ പറയട്ടെ, സഭയാകുന്ന മണവാട്ടി സഭയോട് ചേർക്കുന്നത് പോലെ ഒരു ശരീരത്തിൻ്റെ
സ്നാനത്തിന്റെ ഭാഗമാകുന്നത് പോലെ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഇന്ന് നടന്നിരിക്കും. അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകം പ്രാപിക്കുന്നതിനെ കുറിച്ചൊക്കെ അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചിന്തിക്കുവാൻ അവസരം ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇന്ന് ചില മൺകൂടാരങ്ങളിലേക്ക്, ചില മൺപാത്രങ്ങളിലേക്ക് ചില അഭിഷേകത്തിന്റെ പകർച്ച പകരപ്പെടും. ഇന്ന് പാത്രത്തിലും എണ്ണയുണ്ടാകട്ടെ, വിളക്കിലും എണ്ണയുണ്ടാകട്ടെ. യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം എന്ന് പ്രാർത്ഥിച്ച ഓരോ പൈതലിനോടും ഞാൻ പറയട്ടെ, നിന്റെ വിളക്കിൽ എണ്ണയുണ്ട്. ഓരോ വ്യക്തിയോടും ഞാൻ പറയട്ടെ, നിന്റെ വിളക്കിൽ എണ്ണയുണ്ട്. പക്ഷേ ഇന്ന് ചിലർ പറയട്ടെ, കർത്താവേ, എൻ്റെ വിളക്കിൽ മാത്രമല്ല എണ്ണ, എൻ്റെ ശരീരത്തിൽ എണ്ണ വേണം, എൻ്റെ മൺപാത്രത്തിൽ എണ്ണ വേണം, എൻ്റെ ജഡത്തിൻ്റെ മേൽ എണ്ണയുടെ പകർച്ച വേണം എന്ന് ഞാൻ വിശ്വാസത്താൽ എൻ്റെ കൃപാവരങ്ങൾ, എൻ്റെ അകത്തേക്ക് വരേണ്ടിയ കൃപാവരങ്ങൾ, ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, ഗിഫ്റ്റ് ഓഫ് ടങ്സ്, അന്യഭാഷ അടയാളത്തോടുകൂടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാനം, വ്യത്യസ്ത ദാനങ്ങൾ കർത്താവേ, ഒരു പക്ഷേ പരസ്യമായി ആൾക്കാർ കാണുന്നതായിരിക്കും, ഒരു പക്ഷേ ആരും കാണാത്തതായിരിക്കും. പക്ഷേ മണവാട്ടി സഭയുടെ ഭാഗമായി ചെല്ലുവാൻ വരുമ്പോൾ വാതിൽ അടച്ചുപോയി, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള വാക്ക് കേട്ട് പുറന്തള്ളപ്പെടാതിരിക്കുവാൻ എൻ്റെ വിളക്കിൽ മാത്രമല്ല എൻ്റെ മൺപാത്രത്തിൽ എണ്ണ വേണം. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് വാക്ക് പറഞ്ഞവനെ, എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ഞാനിതാ സമർപ്പിക്കുകയാണ്. എൻ്റെ ശരീരത്തിലേക്ക്, ഈ മൺപാത്രത്തിലേക്ക് ആ അത്യന്ത ശക്തിയാകുന്ന നിക്ഷേപം ഒന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് അടുത്ത ചില നിമിഷങ്ങൾക്കകം ചില മൺപാത്രങ്ങളിലേക്ക് ഇത് അത്യന്ത ശക്തിയെ എൻ്റെ ദൈവം പകരുകയാണ്. അത്യന്ത ശക്തിയെ എൻ്റെ ദൈവം പകരുകയാണ്. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങട്ടെ. നിന്റെ അകത്തുള്ള ആ അഭിഷേകം മറ്റു ചിലതിലേക്കും ഇന്ന് ദൈവം പകരുവാൻ എൻ്റെ ദൈവം ആരംഭിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ ചിലതിന്റെ അകത്തേക്ക് പകരപ്പെടുകയാണ്. Come on. ഇതാ മൈക്കിന്റെ ശബ്ദം ഞാൻ അല്പസമയത്തേക്ക് മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സഭയുടെ ശബ്ദം ഉയരട്ടെ. ഭവനങ്ങളിൽ ഇത് ശ്രദ്ധിക്കുന്ന ചിലരുണ്ടെങ്കിൽ അവർ കരങ്ങൾ കോർത്ത് പിടിച്ചിരിക്കുമ്പോൾ ചില ശരീരങ്ങളിലേക്ക്, മൺപാത്രങ്ങളിലേക്ക് അത്യന്ത ശക്തിയുടെ ഒരു വ്യാപാരം ഉണ്ടാകട്ടെ. ചില ശരീരങ്ങൾ തെറിക്കുന്നത് പോലെ, ചില ശരീരങ്ങൾക്കകത്തേക്ക് അത്യന്ത ശക്തിയുടെ പകർച്ച ഉണ്ടാകുന്നത് പോലെ, ചില മൺപാത്രങ്ങളിലേക്ക് ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകുന്നത് പോലെ, അത് രോഗശക്തികളെ തെറിപ്പിക്കുന്നത് പോലെ, അത് അധികാരത്തിന്റെ പകർച്ച മൺപാത്രത്തിലേക്ക് പകരുന്നത് പോലെ, ശക്തിയോടെ കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചാലും, കരങ്ങളെ അടിച്ച് അന്യഭാഷകളിൽ ശക്തിയോടെ സ്തുതിക്കട്ടെ എന്ന് സഭയുടെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച വരുമ്പോൾ, അഭിഷേകത്താൽ, സ്നാനത്താൽ, ആത്മാവിന്റെ സ്നാനത്താൽ ഇതിന്റെ അകത്തൊരു പ്രവൃത്തി നടക്കുമ്പോൾ, ചില മൺപാത്രങ്ങളെ നിറച്ച്, ചില മൺപാത്രങ്ങളെ സ്നാനത്തിൽ കൂടെ, ആത്മാവിന്റെ സ്നാനത്തിൽ കൂടെ സഭയാകുന്ന, മണവാട്ടി സഭയാകുന്ന ശരീരത്തിലേക്ക് എന്റെ ദൈവം ചിലതിനെ യോജിപ്പിക്കട്ടെ. ശക്തിയോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ. Thank you, Lord. സഭയ്ക്കകത്തൊരു ആത്മസ്നാനത്തിന്റെ ഒരു പുതിയ പകർച്ച എന്റെ ദൈവം ഇന്ന് പകൽക്കാലം പകർന്നിരിക്കുകയാൽ മൺകൂടാരങ്ങളിൽ നിന്നും താവളം അടിച്ചു കിടക്കുന്ന ചില രോഗശക്തികൾ ഇന്ന് ആത്മസ്നാനത്തിന് മുൻപിൽ ചില ശക്തികൾ ശരീരങ്ങളിൽ നിന്നും തെറിച്ചു മാറട്ടെ. രോഗശക്തികൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറ. പൈശാചിക ശക്തികളിൽ ഭാരപ്പെടുന്ന ചിലർ ഇന്ന് ആ ശക്തിയുടെ മുൻപിൽ തെറിച്ചു മാറട്ടെ. പരാജയത്തിന്റെ ശക്തികൾ ചില മൺകൂടാരങ്ങളിൽ ഇരിക്കുന്ന ചിലതിന്റെ അകത്തുനിന്ന് അതിനെ തെറിപ്പിക്കുന്നത് പോലെ മൺപത്രങ്ങളിലേക്ക് അത്യന്ത ശക്തിയുടെ ഒരു പകർച്ച. കൈവശത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തെറിച്ചു മാറുന്നത് പോലെ ചില പത്രങ്ങളിലേക്ക് അത്യന്ത ശക്തിയുടെ ഒരു വ്യാപാരം. വിളക്കിലുമെണ്ണ, പാത്രത്തിലുമെണ്ണ, വിളക്കിലുമെണ്ണ, പാത്രത്തിലുമെണ്ണ. എന്റെ ആത്മാവിൽ ഇന്ന്, എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ ആചാരമുണ്ട്. എന്റെ മൺപാത്രത്തിൽ അത്യന്ത ശക്തി പകർന്നിട്ടുണ്ട്. വിളക്കിൽ എണ്ണയോടൊപ്പം പാത്രത്തിൽ എണ്ണ കരുതുന്നവർ ഇന്ന് പകൽക്കാലം അതിന്റെ അവസരമാണ് എന്ന് മനസ്സിലാക്കട്ടെ. Thank you Lord. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ പാത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ മറ്റൊരു ശക്തിക്ക് ആ മൺപാത്രത്തിൽ നിൽക്കുവാൻ അവകാശമില്ല. ഇതോരോ ദിവസവും ഇതിന്റെ പുതുമയിൽ വരണം എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓരോ ദിവസവും, ഞായറാഴ്ചത്തെ കാര്യമല്ല, ആഴ്ചതോറും എന്നല്ല, ഓരോ ദിവസവും ഈ പകർച്ചയുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിന്റെ ശരീരത്തിൽ ഇരിക്കുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ഫാസ്റ്റിംഗ് പ്ലാൻ ആദ്യത്തെ സെഷൻ ആണല്ലോ. ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫിസിക്കലായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക. ഇന്ന് ഞാൻ ഒരു വാക്ക് മാത്രം പറയട്ടെ. നിന്റെ ശരീരത്തിൽ ഓരോ ദിവസവും രാവിലെ പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച ശരീരത്തിന്റെ മേൽ മൺപാത്രത്തിലുണ്ടെങ്കിൽ ഒരു രോഗത്തിന് നിന്റെ ശരീരത്തിൽ കുടികൊള്ളുവാൻ സാധിക്കുകയില്ല. ഒരു പരാജയത്തിന്റെ ശക്തിക്കും നിന്റെ ശരീരത്തിൽ കുടികൊള്ളുവാൻ സാധിക്കുകയില്ല. ഒരു ബന്ധനത്തിന് നിന്റെ ശരീരത്തിൽ കുടികൊള്ളുവാൻ സാധിക്കുകയില്ല. ഒരു സ്വഭാവ വൈകല്യങ്ങൾക്കും നിന്റെ ശരീരത്തിൽ കുടികൊള്ളുവാൻ സാധിക്കുകയില്ല. ഇത് ഞായറാഴ്ച തോറും പകരപ്പെടുന്നതല്ല, ഓരോ ദിവസവും പകരപ്പെടുന്നതാണ്. ഓരോ ദിവസവും പകരപ്പെടുവാൻ താല്പര്യമുള്ളവർ ഓരോ ദിവസവും രാവിലെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് എന്റെ മൺപാത്രത്തിൽ അങ്ങയുടെ ശക്തി വ്യാപരിക്കണം. ഇന്ന് എന്റെ ആത്മാവിൽ മാത്രമല്ല, എന്റെ മൺപാത്രത്തിലും ആ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകണം. താങ്ക് യു ലോർഡ്. തുടർന്ന് പാട്ടുകൾ പാടി സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, ഞാൻ ഒരു കാര്യം പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നടുത്തൊരു പകർച്ച ഇതിന്റെ അകത്ത് ആരംഭിച്ചത് അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയിരിക്കും. ആ പകർച്ച പൂർത്തീകരണത്തിൽ എത്തിക്കഴിയുമ്പോൾ ശരീരത്തിന്റെ അകത്തുള്ള പല കെട്ടുകൾ അഴിഞ്ഞിരിക്കും, പല രോഗങ്ങൾ മാറിയിരിക്കും. എന്ന രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കും. പക്ഷേ അതിന്റെ മുൻപേ തന്നെ ചില ജീവിതത്തിൽ വൻ വിടുതലുകൾ എന്റെ ദൈവം അയച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർന്ന് ശക്തിയോടെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക.